നമസ്കാരം പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാൻ പോവുകയാണ്. അതൊരു ഇതിഹാസം തന്നെയാണ്. ഇന്ത്യയെ ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ ഉയർത്തിക്കാട്ടിയ ക്യാപ്റ്റൻ കൂൾ, അതായത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കഥ. ഒരു ചെറുപ്പക്കാരനായ റാഞ്ചിയിൽ ജനിച്ച ധോണി ലോകകപ്പിന്റെ വേദിയിൽ ഇന്ത്യക്ക് കിരീടം സമ്മാനിക്കുന്നത് വരെ നടന്ന അത്ഭുതകരമായ യാത്ര ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി. 1981 ജൂലൈ 7-നാണ് MS ധോണി റാഞ്ചിയിൽ ജനിച്ചത്. പിതാവ് പാൻസിംഗ് ധോണിയും അമ്മ ദേവകി ദേവിയും അദ്ദേഹത്തെ വളർത്തിയത് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ആയിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ധോണിക്ക് കളിയോടും പ്രത്യേകിച്ച് ഫുട്ബോളോടും കബഡിയോടും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ക്രിക്കറ്റ് ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. സ്കൂൾ ടീമിന്റെ ഗോൾ കീപ്പറായിട്ടാണ് ധോണി ആദ്യം സ്പോർട്സ് എന്ന മേഖലയിലേക്ക് ഇറങ്ങിയത്. അതിനിടയിലാണ് ക്രിക്കറ്റ് കോച്ച് ബാനർജി സാറിന്റെ ശ്രദ്ധ ധോണിയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ കൈവേഗവും കൃത്യതയും കണ്ട് തന്നെ തിരിച്ചറിയാൻ കാരണമായി. പിന്നീട് അദ്ദേഹം വിക്കറ്റ് കീപ്പറായി ക്രിക്കറ്റ് ലോകത്ത് കടന്നു. ക്രിക്കറ്റ് കളിക്കൊപ്പം തന്നെ ധോണിക്ക് തൊഴിലും ഉണ്ടായിരുന്നു. റെയിൽവേ ടിക്കറ്റ് കളക്ടറായി ജോലി നോക്കിയ കാലം ധോണിയുടെ ജീവിതത്തിലെ കഠിനാധ്വാനത്തിന്റെ ഉദാഹരണമാണ്. എന്നാൽ മനസ്സിന്റെ ആഴത്തിൽ ഒരേ ഒരാശയായിരുന്നു: ഇന്ത്യക്കായി കളിക്കണം. 2004 ബംഗ്ലാദേശിനെതിരെ ധോണി ഇന്ത്യക്കായി ഒഫീഷ്യൽ ഏകദിന അരങ്ങേറ്റം നടത്തി. ആദ്യ മത്സരത്തിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും അവസരങ്ങൾ തേടി വന്നപ്പോൾ ധോണി തന്റെ കഴിവ് തെളിയിച്ചു. 2007 ഇന്ത്യയുടെ T20 ടീമിന്റെ ക്യാപ്റ്റനായി ധോണിയെ ചുമതലപ്പെടുത്തി. ഇതിന് പിന്നാലെ തന്റെ കൂളും കൃത്യവും ആയ നേതൃത്വത്തിലൂടെ ഇന്ത്യയെ 2007 T20 ലോകകപ്പ് വിജയത്തിലേക്ക് നയിക്കാൻ ധോണിക്ക് സാധിച്ചു. ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടുപോയി. ധോണിയുടെ തളർച്ചയില്ലാത്ത ആത്മവിശ്വാസവും ഓരോരുത്തരെയും വീഴ്ത്തി. 2011 മാർച്ച് 2-ന് നടന്ന ലോകകപ്പ് ഫൈനൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ അവസാന ഓവറുകളിൽ ധോണി ബാറ്റിങ്ങിനെത്തി. ധോണി ഫിനിഷസ് ഓഫ് എ സ്റ്റൈൽ എന്ന രവിശാസ്ത്രിയുടെ ആ ധ്വനിയും ധോണിയുടെ അത്ഭുതകരമായ സിക്സും ഇന്നും ഇന്ത്യക്കാർക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ്. ഇന്ത്യ 28 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് ജേതാക്കളായി. 2013 ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കി. ഇതോടെ ലോകത്തിലെ എല്ലാ പ്രധാന ICC ട്രോഫികളും നേടുന്ന ആദ്യ ക്യാപ്റ്റനായി ധോണി മാറി. IPL എന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 പ്രാവശ്യം ജേതാക്കളാക്കി. ധോണിയുടെ ക്യാപ്റ്റൻസി തന്റെ ധൈര്യവും തണുത്ത മനസ്സും ഉൾക്കൊണ്ടുകൊണ്ട് ടീമിന് വലിയ മുന്നേറ്റങ്ങൾ സമ്മാനിച്ചു. 2020 ആഗസ്റ്റ് 15-ന് ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ധോണി വിരമിച്ചു. പക്ഷേ ആരാധകരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. IPL കളിയിലൂടെയും തന്റെ ജീവിത ചിന്തകളിലൂടെയും ധോണി ഇന്നും എല്ലാവർക്കും പ്രചോദനമാണ്. MS ധോണിയുടെ ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു. സാധ്യതകൾ ഇല്ലാത്ത തുടങ്ങിയ യാത്ര കഠിനാധ്വാനം ആത്മവിശ്വാസവും കൊണ്ട് ലോകം കീഴടക്കാനാവും എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കഠിനാധ്വാനവും ആത്മവിശ്വാസവും ശാന്തതയും ഒരുമിച്ചുണ്ടാക്കിയ പ്രതിഭാസം ഇന്ത്യയുടെ സ്വന്തം ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി, നമ്മുടെ MS ധോണി. ഒരു സാധാരണ ചെറു പട്ടണത്തിൽ നിന്നും വന്നു അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യൻ. ക്രിക്കറ്റിനോടുള്ള ആരാധന, തീരാത്ത അധ്വാനം ഇവയാണ് ഇന്നത്തെ ധോണിയെ നിർമ്മിച്ചത്. 2004 ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ആ ചെറുപ്പക്കാരൻ ഏതാണ്ട് ഒരു ദശകത്തിലധികം ലോകം മുഴുവൻ ആരാധിച്ച നായകനായി മാറും എന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. എന്നാൽ ധോണി ബാറ്റ് ചലിപ്പിക്കുമ്പോൾ അതൊരു വേദാന്തം കൂടിയായിരുന്നു. താരതമ്യേന പ്രായം കുറഞ്ഞ ഈ യുവനായകൻ പന്തിനെ അതിജീവിക്കാൻ പാടുപെടുന്നില്ല, പകരം അതിനെ അതിർത്തി കടത്തുകയാണ് ചെയ്യുന്നത്. 2004 മുതൽ 2020 വരെ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ എത്രയോ ആണ്. 2007 ലോകം മുഴുവൻ ചോദ്യചിഹ്നം വെച്ചപ്പോൾ ഇന്ത്യയെ T20 ലോകകപ്പിന്റെ കിരീടത്തിലേക്ക് നയിച്ച ആ മനസ്സ്, അതായിരുന്നു ധോണി. 2011 എല്ലാ ഇന്ത്യക്കാരുടെയും കണ്ണീരിന്റെ പിന്നിൽ വിറയുന്ന ഹൃദയത്തിനോടൊപ്പമുള്ള ആ ഒരൊറ്റ സിക്സ്. ഇന്ത്യ 28 വർഷത്തിന് ശേഷം വീണ്ടും ലോക ചാമ്പ്യന്മാർ. ധോണിയുടെ നേട്ടങ്ങൾ നമ്പറുകളിൽ ഒതുങ്ങുന്നതല്ല. 3 ICC ട്രോഫികൾ, അനവധി ജയങ്ങൾ, അതിലധികം ക്രിക്കറ്റിനോട് ഉള്ള ആത്മാർത്ഥതയും ക്യാപ്റ്റൻ കൂളിന്റെ അതുല്യമായ സമാധാനവും. അവൻ ക്യാപ്റ്റൻ മാത്രമല്ല, ഓരോ യുവതാരത്തിന്റെയും കരിയറിന്റെ രക്ഷകൻ കൂടിയാണ്. ക്രിക്കറ്റ് കളിസ്ഥലം വിടുമ്പോഴും ഓരോ ഇന്ത്യൻ ഹൃദയത്തിലും അദ്ദേഹം ഇന്നും സജീവനാണ്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന പേരും അദ്ദേഹത്തിന്റെ ഓർമ്മകളും ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ അമരമായി തുടരും. നമുക്ക് അഭിമാനിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടാകും. MS ധോണി ഒരു പേരല്ല, ഒരു പ്രചോദനം. ധോണിക്ക് മലയാളികളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക് യു ക്യാപ്റ്റൻ കൂൾ ഫോർ ദ മെമ്മറീസ്, ദ ഇൻസ്പിറേഷൻ ആൻഡ് ദ ലെഗസി. ധോണിയോട് നിങ്ങളുടെ സ്നേഹവും പങ്കുവയ്ക്കൂ കമന്റ് ബോക്സിലൂടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.